സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു. എന്നോട് പറഞ്ഞേ, സന്തുഷ്ട ഹൃദയം ഒരു നല്ല ഔഷധമാകുന്നു. അപ്പോൾ നിരാശപ്പെട്ട് ദുഃഖിച്ച് തളർന്ന് ക്ഷീണിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചിരുന്നാൽ നമ്മൾ എന്തായിത്തീരും? രോഗികളായി മാറും. ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും. ഒറ്റപ്പെട്ട് ഒരു വീടുകളിൽ താമസിക്കുന്നതിനേക്കാളും വളരെ വളരെ നല്ലതാണ് ഇതുപോലെയുള്ള, അതായത് സങ്കടവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കാൻ സഹോദരങ്ങളെ പോലെ അമ്മമാർ കൂട്ടായി ഉള്ളത് കൊണ്ട് ഇതെല്ലാം നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കട്ടെ. ജീവിതത്തിൽ ഇനിയുള്ള കാലം നല്ല നല്ല പ്രതീക്ഷകളുണ്ടാക്കിയല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താ പറ്റുന്നു? ഞങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിക്കാൻ, പങ്കുവെക്കാൻ, പ്രാർത്ഥിക്കാൻ, സമയത്ത് ആഹാരം കഴിക്കാൻ, മഴയില്ലാതെ കിടക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു സംവിധാനം ദൈവം ഒരുക്കി അല്ലേ? അപ്പോൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്ടായോ അല്ലേ? ദൈവത്തോട് നന്ദി ഉണ്ടാകുക, നമ്മളെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരോട് നമ്മൾ നല്ലപോലെ പെരുമാറുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എന്ത് ചെയ്യാം? വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ശാരീരികമായ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണം. അതുപോലെ തന്നെ നല്ലപോലെ രാത്രി ഉറങ്ങണം. ഉറക്കമില്ലെങ്കിൽ അത് സിസ്റ്ററോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് കൃത്യമായിട്ട് ഉറങ്ങണം. കാരണം ഉറങ്ങിയാലേ നമ്മുടെ പിരിമുറുക്കമൊക്കെ മാറത്തുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് നല്ല ഉറക്കവും സമയത്ത് ഭക്ഷണവും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ എക്സസൈസ് അവനവൻ്റെ ആരോഗ്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാൻ പറ്റും അല്ലേ? പിന്നെ നിങ്ങൾ തമ്മിലെല്ലാം പൊരുത്തപ്പെട്ടു പോകണം. എല്ലാവരുമായിട്ട്